എക്സ്ക്യൂസ് മീ, ജൂനിയർ ഡിസപ്ലയർ മിസ്റ്റർ ആനന്ദക്കുട്ടൻ. എന്തേലും കളപ്പുരക്കൽ രാഘവമേനോൻ മകൻ ആനന്ദക്കുട്ടനല്ലേ? അല്ല, ഒന്ന് കൺഫേം ചെയ്താ. ഞാൻ സുബൈർ. ഐ ആം ഫ്രം ഗ്ലോബൽ ഇന്ത്യ ട്രാവൽസ്. ഞാൻ അതിന്റെ റീജിയണൽ മാനേജറാണ്. നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ജർമ്മനിയിലുണ്ടോ? അങ്ങനെ ചോദിച്ചാ അമ്മ പണ്ട് അച്ഛനായിട്ട് പിണങ്ങിട്ട് നേരെ ജർമ്മനിലേക്കാ പോയത്. അവിടെ നേഴ്സാണെന്നാ കേട്ടുകേൾവി. അവര് 3 മാസം മുമ്പ് അവിടെ വെച്ച് മരിച്ചു. അത് ശരി. അപ്പൊ അതും തീരുമാനമായി. എന്ത്? അല്ല, പറഞ്ഞും അറിയുകയും ചെയ്യാതെ അതും തീർന്നു കിട്ടി. ഐ ആം സോറി. ആ വിവരം ഞാൻ അറിഞ്ഞു കാണുന്നു വിചാരിച്ചു. അത് പോട്ടെ സാറേ, അറിഞ്ഞാലും അറിഞ്ഞില്ലേക്ക് ഒരേപോലെ തന്നെ. അതിലൊരു ബ്രദറിന്റെ കാര്യം അറിയാമോ? ബ്രദറാണോ സിസ്റ്റർ ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുന്ന് പോകുമ്പോ അമ്മ ഗർഭിണിയായിരുന്നു എന്നാ കേട്ടത്. ഇതൊക്കെ എനിക്ക് 3-4 വയസ്സുള്ളപ്പോ നടന്ന കഥകളാ. അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ബാക്ക് മൊത്തം എനിക്കൊരു കേട്ടുകേൾവിയാ. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് അവിടെ ഒരു ബ്രദർ ഉണ്ട്, ആകാശ് മേനോൻ. ആര്? ആകാശ് മേനോൻ. അയാൾ നാട്ടിലേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക്. അമ്മ ജർമ്മനിയിൽ സെറ്റിൽ ചെയ്തോണ്ടാവും അയാളുടെ പാസ്പോർട്ട് ജർമ്മൻ സിറ്റിസന്റേതാ. അയാൾ ഇതിനു മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ചേട്ടൻ എന്ന നിലയ്ക്ക് അയാളെ സ്വീകരിക്കാൻ താല്പര്യം ഉണ്ടോന്നും ഉണ്ടെങ്കിൽ താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയിക്കാനും പറഞ്ഞ് ഞങ്ങളുടെ ജർമ്മനിയിലുള്ള ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഫാക്സ് വന്നിരുന്നു. അല്ല, ആ കക്ഷി ഇപ്പോ ഇവിടേക്ക് എന്തിനാ വരുന്നത്? അതൊന്നും എനിക്കറിയില്ല. താങ്കൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോന്ന് അറിയാനേ ഫാക്സിലുള്ളൂ. ആലോചിച്ചിട്ട് ആ വിവരം എന്റെ ഓഫീസിൽ ഒന്ന് അറിയിക്കണം. അല്ലെങ്കിൽ എന്റെ മൊബൈലിൽ വിളിച്ചാൽ മതി. ശരി. ഇതിൽ എന്താ ഇത്ര ആലോചിക്കാൻ? എടാ, സ്പോട്ടിൽ തന്നെ അയാളോട് പറയണ്ടേ ഐ ആം റെഡി. അതിന് ഞാൻ നിന്നെ പോലെ വിട്ടി കുഷ്മാണ്ടല്ലോ. എടാ, ഇങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇത്രയും കാലം ഈ അമ്മയമ്മന് ഓർത്തില്ലല്ലോ. ഒരു ചില്ലിക്കാശിന്റെ ഗുണം എനിക്കുണ്ടായിട്ടില്ല. ഇപ്പൊ അമ്മ മരിച്ചപ്പോ ഈ അനിയ സാഹിബിന് പെട്ടെന്ന് ഇങ്ങനെ ചേട്ടനോട് സ്നേഹം തോന്നാൻ എന്താ കാരണം? അത് അറിഞ്ഞിട്ട് മതി സ്വീകരിക്കണോ വേണ്ടേന്ന്. അപ്പൊ നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിക്കുഷ്മാണ്ടം. എടാ, നീ ഇപ്പൊ പറഞ്ഞില്ലേ ചില്ലിക്കാശിന്റെ ഗുണം ഉണ്ടായിട്ടില്ലെന്ന്. ആ ഡയലോഗ് അവൻ അവിടെ കിട്ടി, നിന്റെ അനിയൻ സാഹിബിന്. ഈ രക്തബന്ധങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഒരു ടെലിഗ്രാം പ്രോഗ്രാം പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിന് പേരെന്താ? ഈ എലിപ്പനി എന്നൊക്കെ പറയുന്ന പോലെ. എന്താ അലോപ്പതിങ്കിലും ആവട്ടെ, അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ അവൻ തീരുമാനിച്ചു ഇത്രയും കാലം തെണ്ടിത്തിരിഞ്ഞ് നടന്ന ഈ ഇന്ത്യൻ ചേട്ടനെ ജർമ്മൻ ഡോളർ കൊടുത്ത് പണക്കാരനാക്കാവുന്ന. അതല്ലെങ്കിൽ ഇതേ ജർമ്മനിൽ നിന്ന് ഫ്ലൈറ്റ് കയറി എത്ര പേര് നമ്മുടെ മഹാരാജ്യത്തേക്ക് വരുന്നു. അവരൊക്കെ അവിടുത്തെ ഓഫീസിൽ നിന്ന് ഇവിടുത്തെ ഓഫീസിലേക്ക് ഫാക്സ് ചെയ്തിട്ടാ വരിക. ഏത് പച്ചക്കറി ഫ്ലൈറ്റ് കയറിയിരുന്നാലും അവരിവിടെ കൊണ്ട് തട്ടും. അവനെ പറ്റി അയാളെന്ത് പറഞ്ഞല്ലോ, ഒരു വാച്ചിന്റെ പേര് വെച്ചിട്ട് ജർമ്മൻ സിറ്റിസൺ. അതാണ് മോനെ നിന്റെ അനിയൻ. ഈ ജർമ്മൻ സിറ്റിസൺ എന്നൊക്കെ പറഞ്ഞ ഈ കൊച്ചി മേയർ എന്നൊക്കെ പറയും പോലെ ഭയങ്കര സംഭവം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. നിമിത്തവും എലിപ്പനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ നന്നാവണ ലക്ഷണമുള്ള കാണുന്നത്. ആ സ്ഥിതിക്ക് അവനെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. അങ്ങനെ വെറുതെ സ്വീകരിച്ച പോരാ, അവന് വേണ്ടി നമുക്ക് കൊച്ചു ജർമ്മനി തന്നെ ഒരുക്കണം. ഏത് തറവാട്ടിൽ നിന്നാണാവോ ഫണ്ട്? എടാ, വരുന്നത് കാശ, അപ്പൊ കുറച്ച് പലിശ കിട്ടാനും കുഴപ്പമില്ല. എടാ, അവൻ ഇവിടെ ലാൻഡ് ചെയ്ത പിന്നെ നീ ആരാ? നീ മറ്റൊരാളാ. പിന്നെ ഞാനാരാ? അതെന്താ കൊയിരാളാ? എടാ, അതല്ല, അവൻ വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ നിന്റെ പേര് ആനന്ദക്കുട്ടൻ എന്നല്ല, ആനന്ദരാജാവ് കുട്ടൻ വലിയ കോയിക്കൽ വർമ്മ പിശാരടി തമ്പുരാനം ഭ്രാന്തി. എന്തോ വലിയ തെറി കേട്ട പോലെ. ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെയാ. ഇവിടെ വായി നോക്കി നിന്നാലേ വൈകുന്നേരം കാശിന് വരുമ്പോ എന്റെ വായിരിക്കുന്ന പുളിച്ച തെറി കേട്ട് വായി നോക്കി നിൽക്കേണ്ടി വരും. ഹായ് നിമ്മി. ഇവിടെ വായും പൊളിച്ച് നിൽക്കാതെ അവിടെ ചെന്ന് രാജാവിന്റെ രാജാവുമാരുടെ പുറകിൽ കുന്തം പിടിച്ച് വായും പൊളിച്ച് നിൽക്കണോ? ഭരിക്കാൻ വരല്ലേ? എന്ത് ഭരിക്കാൻ വരില്ലെന്ന്? ഭരിക്കാൻ വന്നാ നീ എന്ത് ചെയ്യൂടാ തെണ്ടി? വായിലെ പല്ലടിച്ച് നിർത്തലും. ഉദാഹരണം കണ്ട ചെവിട്ടിലെ ആന്റിനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്ന തെണ്ടി. നീ ആരടാ? സാറ്റലൈറ്റാ? ഒറ്റ ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന നിന്റെ സംപ്രേഷണം പന്നി. നീ എബ്രാലിംഗിനാണ് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറെ. നീ ഞങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കൂലിക്ക് ഞന്നാൻ വന്ന ഊച്ചാല് കിടന്നല്ലേ എന്നെ കേട്ടോടാ. നാളെ ഞങ്ങൾ ഞങ്ങൾ നിർത്തി. നിന്റെ മൂക്ക് കൊണ്ട് ഞാൻ ദൃഷ്ടി എന്ന് പാറപ്പുറത്ത് എഴുതിക്കൂടാ. അതിനുവേണ്ടി ജർമ്മനിയിൽ നിന്ന് പണമായിട്ട് വരുന്ന എന്റെ അനിയനെ കൊന്നിട്ടാണെങ്കിലും ശരി ഞാൻ പണം പ്രൊഡ്യൂസ് ചെയ്യൂടാ. എന്നിട്ട് ആ പടത്തിന്റെ പേര് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് താരം എന്നിടൂടാ. കേട്ടോടാ ലിംഗോദര. ഇനി ഞാൻ ഡയലോഗ് പറഞ്ഞ നീ കരഞ്ഞു. അതുകൊണ്ട് ഈ കുന്തോർത്ത് നിന്റെ അണ്ണാക്കി കുത്തി കെറ്റി ഈ കിരീടം എടുത്ത് വെച്ചിട്ട് രാജാവിന്റെ വായി നോക്കിക്കടാ പന്നി. ഹലോ, ഉസ്മാനെ ഒന്ന് നീട്ടി ഹോണടിക്കണം. കാർ മാത്രമല്ല കൂൾഗ്ലാസ് വാങ്ങിച്ചു. കണ്ടില്ലേ? ഇത് എന്റെ കാറ. മാസവാടകയ്ക്ക് നമ്മുടെ ഉസ്മാന്റെ കെയർ ഓഫ്. കുട്ടം മുതലാളിക്ക് ഇനി എന്തിനാ ഒരു കെയർ ഓഫ്? ഇത്രയും കാലം നീ കൊണ്ട വെയിലിനൊക്കെ ഇനിയുള്ള കാലം ഈശ്വരൻ നിനക്ക് തരുന്ന തണലാടാവൻ. അത് കാശിന്റെ രൂപത്തിലായാലും സ്നേഹത്തിന്റെ രൂപത്തിലായാലും. അച്ഛന്റെ നാക്ക് പൊന്നാവട്ടെ. എന്നിട്ട് വേണം അച്ഛന്റെ ഓപ്പറേഷൻ നടത്താൻ. നട്ടലിന്റെ ഓപ്പറേഷൻ. അയ്യോ,
അച്ഛൻ തുള്ളിച്ചാടി നടക്കുന്ന കാണാനുള്ള കൊതി കൊണ്ട് പറഞ്ഞു പോയതാ. എടി ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എന്തേ ട്രാവൽസ് പോയിട്ട്? ആ എന്റെ പുന്നാരനിയ ഇന്നിങ്ങോട്ട് പോന്നോടി. ഈ ഏട്ടനിവിടെ മല പോലെ കാത്തുകണ്ടെന്ന് അങ്ങോട്ട് എഴുതി കൊടുത്തു. വിതിൻ ഡേയ്സ് ആശാനോട് പറഞ്ഞെത്തും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. വീട് നമ്മുടെ ഈ തറ സെറ്റപ്പിൽ കണ്ടവന്റെ അപ്സ്റ്റേറിന്റെ മുകളിൽ അദ്ദേഹത്തെ കിടത്തി ഉറക്കിയാൽ വന്ന പ്ലെയിനിന്റെ അദ്ദേഹം തിരിച്ചു പോകും. അതുകൊണ്ട് മിനിമം ഒരു AC റൂമും ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഉള്ള വീട് തന്നെ ഏമാത്രം. യൂറോപ്യൻ ക്ലോസറ്റ് എന്തിനി? യൂറോപ്പിൽ നിന്ന് വരുന്നവൻ പിന്നെ എവിടെ പോയിരിക്കൂടാ? പക്ഷെ നമ്മുടെ നല്ല സമയമായതുകൊണ്ട് ഒരു വീട് ഉഗ്രന് ഒത്തുവന്നുണ്ട്. അത് 5 മാസത്തേക്ക് പക്ഷെ പകുതിയായിട്ട് 25,000 കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ള സെറ്റപ്പ് ഒക്കെ ഒപ്പിക്കാൻ ഞാനൊരു 10,000 രൂപ നമ്മുടെ കളക്ടറേറ്റിലെ രാമേഷേട്ടനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സംഖ്യ എന്റെ കൊയിരാളക്കുട്ടി വിചാരിച്ചാലേ സാധിക്കൂ. ഞാനോ? നീട് മാറിയേ. നീ പറഞ്ഞ അവൾക്ക് വിശ്വാസമില്ല. എന്താ എനിക്കൊരു ഇമേജ് ഉള്ള ഇമേജ് ഓഞ്ഞ കൂളിംഗ് ഗ്ലാസ് വെച്ചപ്പോ തന്നെ പോയി. വന്നേ കുറച്ചേരാ പുഴയിലേക്ക് നോക്കിന്നോ. ഞാനാ കാറി കയറി അച്ഛൻ്റെ അടുത്തിരുന്നോ. നീ ഇങ്ങോട്ട് വന്നേന്ന്. കഴിക്കാൻ ഗുളികളിരിപ്പുണ്ടോ? വിശന്നിട്ട് കണ്ണാളം പോയി കാലത്ത് ഇറങ്ങിയല്ലേ? നമ്മുടെ സരസുവിന്റെ കഴുത്തിൽ ഒരു 5-6 സ്വർണ്ണമാലയില്ലേടി. അത് മൊത്തത്തിൽ വേണ്ട. അതിന്ന് കയറ് പിരിമാല മാത്രം മതി നമുക്ക് ഈ വീട് സ്വന്തമാക്കാൻ. നീ വിചാരിച്ചല്ലോ നല്ല അടുപ്പന്ന് കൂട്ടട്ടൻ അറിഞ്ഞൂടെ? ഒരൊറ്റ ആഴ്ച. അതല്ലേ വേണ്ട, 7 ദിവസം. അത് നമുക്ക് തിരിച്ചു കൊടുക്കാടി. ആ ജർമ്മൻ പൗരം വന്നിറങ്ങുമ്പോ തന്നെ മാല പണയത്തിലാണേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനുള്ളൊരു സമയം മാത്രം മതി. അതെന്റെ മോള് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ മാനം കെടും. നമ്മൾ ഇന്ത്യക്കാര് മാനം കെടും. എനിക്കത്ര പറയാനുള്ളൂ. അപ്പൊ എല്ലാം മോളെ ഏറ്റു. ഒരമ്മ പെറ്റ മക്കളെ പോലുണ്ട് എല്ലാ വീടും. അപ്പൊ ഇതാണ് അത്. കൊട്ടാരം എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായി പോകും. ഒരു വില്ലി വില്ലല്ല കുഞ്ഞിക്കോയ്ക്ക, വില്ല. ഈ കുഞ്ഞിക്കോയനെ തിരുത്താൻ വരില്ലേ? ഇവിടെ വിദ്യാഭ്യാസം ഉണ്ട്, ഞാൻ കളക്ടർ ആവുമായിരുന്നു. അതില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാവൽക്കാരനായത്. അവര് ഭയങ്കര ഇരുട്ടാണല്ലോ. കണ്ണട മാറ്റടാ. ഇക്കണ്ട ഫർണിച്ചറും സാധനങ്ങളെല്ലാം മുതലാളി അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് നിറച്ചതാണ്. ഇതിലേതെങ്കിലും ഒന്നിനൊരു പോറലേറ്റ ഈ ഇപ്പൊ എനിക്ക് 25,000 രൂപ മതിയാവില്ല അത് വാങ്ങിട്ട് കൊടുക്കാൻ. മാത്രല്ല ഒരീച്ച പറയാൻ ഞാൻ അറിയും. വരി AC, KC, TV, ഫ്രിഡ്ജ് ഇങ്ങക്ക് വേണ്ട എല്ലാം കൊണ്ടാൻ വേണ്ടി ഉണ്ട് ഇവിടെ. ഇത് ബാത്റൂമാ? അല്ലടോ, എന്റെ നാട്ടിൽ കിടക്കൊക്കെ ക്ലോസറ്റ് നവരാ. ഇവന് ഇവിടെ താമസിക്കുന്നുണ്ടോ? എന്തേ? അല്ല, ഇവർക്കുള്ള സർവൻസ് റൂം വേറെ ഉണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂം. ഏത് മാഷിന്റെ ബെഡ്റൂം? മാഷിന്റെ ബെഡ്റൂം അല്ല, മാസ്റ്റർ ബെഡ്റൂം. മനസ്സിലായോ? നോക്ക്, എന്നോട് ഞാൻ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുത് കേട്ടോ. സോറി കഞ്ഞിക്ക, അല്ല കുഞ്ഞിക്ക. നമ്മുടെ ഈ ബാത്റൂമിൽ കിടന്നു കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാ? ഓ, കിടന്നു നടന്നൊക്കെ കുളിക്കാം. ഇനി കുളിച്ചോണ്ടിരിക്കുമ്പോ ഇറങ്ങി ഓടണം വന്നെങ്കിൽ അതും ചെയ്യാം. ഒരു മുണ്ട് കൊടുക്കാന്ന് മാത്രം. അത് ഞമ്മക്ക് വേണ്ടിട്ടല്ല, നാട്ടുകാരെ പോലെ. അവര് പിന്നെ വരുന്ന ആള് പാട്ടില് കമ്പക്കാരനാണെങ്കിൽ ഇവിടെ വീണ റെഡി. എവിടെ വീണാൽ? വീണാലല്ല, വീണ റെഡി. മിസ്റ്റർ, ഇത് വീണയല്ല, ഇതിന്റെ പേരാണ് ഓർഫൻ. ഓർഫൻ അല്ല, ഓർഗൻ. മനസ്സിലായോ? എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്. അവിടെ ഓർഗനായാലും വീണായാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ? എന്നെ എല്ലാത്തിനും ഒരു പേരിട്ടാ പോരെ? അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മന്റെ പേര് ഒന്നാ? അതെ, എന്റെ അച്ഛന്റെ അമ്മയുടെ പേര് ഒന്ന് തന്നെയാ. എന്റെ അച്ഛന്റെ പേര് ബേബി, അമ്മയുടെ പേര് ബേബി.